വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഹെയർ ജേണിനെ പറ്റിയിട്ടാണ് കേട്ടോ. എൻ്റെ ഹെയർ ഭയങ്കര കേളി ആയിരുന്നു കേട്ടോ പണ്ട്. ഇത് ഏകദേശം ഇതേപോലെ ഈ ഒരു ഹെയറിൽ നിന്ന് ഞാൻ ഈ ഒരു ഹെയറിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫോം ആയതെന്നാണ് പറയാൻ പോകുന്നത്. ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബത്തേരി നാച്ചുറൽസിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ അവിടെ കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓഫേഴ്സ് ഒക്കെ റെഫർ ചെയ്ത് എൻ്റെ ഹെയറിന് പറ്റിയൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അവിടേക്ക് പോയത്. എൻ്റെ ഹെയറിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസി ആൻഡ് കേളി ആയിരുന്നു. എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നാൽ തലയിൽ സൂര്യ ഉദിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. ഡിഗ്രി കഴിയുന്നവരെ എനിക്ക് എപ്പോഴും ഒരേ ഒരു ഹെയർ സ്റ്റൈൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നീട് ഫ്രണ്ടിലേക്ക് ഇടാം. അന്നൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കായിരുന്നു എപ്പോഴും എനിക്ക് എന്റെ മുടി ഒന്ന് അയച്ചിടാൻ പറ്റുക, എനിക്ക് ഇഷ്ടമുള്ള പോലെ കെട്ടാൻ പറ്റുക, അങ്ങനെയൊക്കെ. അങ്ങനെ ഡിഗ്രി ലൈഫ് ഒക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് ജോബിന് കയറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് തുടങ്ങി. ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആദ്യമായിട്ട് എന്റെ ഹെയർ ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ. കാരണം എന്റെ ഫേസിന് അത് സ്യൂട്ടബിൾ ആണോ ഇല്ല എന്ന് അറിയണ്ടേ. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും എന്റെ അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഹെയർ മൊത്തത്തിൽ ചെക്ക് ചെയ്തു കേട്ടോ. ഏത് ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ഇനി എടുക്കേണ്ടത്, എന്റെ ഹെയറിന്റെ അവസ്ഥ എന്താ, ഡാൻഡ്രഫ് ഉണ്ടോ, ഹെയർ ഫോൾ ഉണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഏത് ട്രീറ്റ്മെന്റ് ഇനി എന്റെ ഹെയറിന് കൊടുക്കാൻ പറ്റുന്നുള്ള കാര്യം നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. പക്ഷേ ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നാനോപ്ലാസ്റ്റി ആണ് കേട്ടോ. ഇതിനു മുന്നേ ഞാൻ കെരാറ്റിൻ ചെയ്തിട്ടുണ്ട്, സ്മൂത്തൻ ചെയ്തിട്ടുണ്ട്, ബോട്ടോക്സ് ചെയ്തിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് ഇപ്രാവശ്യം ഞാൻ ചെയ്തത് നാനോപ്ലാസ്റ്റി ആണ് കേട്ടോ. ട്രീറ്റ്മെന്റിന്റെ പ്രൊസീജിയറിലേക്ക് കിടക്കാതെ ആദ്യം തന്നെ നമ്മുടെ ഹെയർ നല്ല പോലെ ഒന്ന് ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്യും കേട്ടോ. ഒരൊറ്റ തവണ മാത്രമല്ല വാഷ് ചെയ്യുക, ഡബിൾ വാഷിംഗ് ആണ് കേട്ടോ ചെയ്യുക. ഈ പരീക്ഷണങ്ങൾ എന്റെ തലയിൽ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് വല്ലാത്ത രീതിയിൽ ഇതുവരെ എന്റെ ഹെയറിന് അഫക്റ്റ് ആയിട്ടില്ല കേട്ടോ. കാരണം അതിന്റെ ആഫ്റ്റർ കെയർ ഞാൻ നല്ലപോലെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അത് ചെയ്യുമ്പോൾ മാത്രം കെയർ ചെയ്താൽ പോരാ, അതിന് ശേഷമുള്ള പീരീഡിലും നമ്മൾ നല്ലപോലെ ഹെയറിനെ ടേക്ക് കെയർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡാൻഡ്രഫും ഹെയർ ഫോളും ഹെയർ സ്പ്ലിറ്റൻസും ഒക്കെ ഉണ്ടാവേ. നല്ലപോലെ കെയർ കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. ആരെങ്കിലും പുതുതായിട്ട് ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യണം, ഏതാ ബെസ്റ്റ് എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയാം, നിങ്ങൾ ആദ്യം പോയിട്ട് നിങ്ങളുടെ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. കാരണം ഇത്രയും വർഷം നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് ആ ഒരു കേളി ഹെയറിലായിരുന്നു. നമ്മളെല്ലാവരും ഐഡന്റിഫൈ ചെയ്യുന്നതും ഒക്കെ ആ ഒരു ഹെയർ വെച്ചിട്ടായിരിക്കും. പെട്ടെന്ന് നമ്മൾ നമ്മുടെ ഹെയർ ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനൊക്കെ അത് സ്യൂട്ട് ആവുമെന്ന് അറിയണ്ടേ. അപ്പം നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കാം. വെററായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിന് അത് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനന്റ് ആയിട്ട് ചെയ്യാലോ. ഹെയർ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ ഹെയർ ഞാൻ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്യാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഇച്ചിരി മാത്രമേ വെട്ടിക്കളഞ്ഞുള്ളൂ, കാരണം എൻ്റെ അമ്മയ്ക്ക് ഹെയർ മുറിക്കുന്ന തീരെ ഇഷ്ടമല്ല. അതിനുശേഷം ഹെയർ ഡ്രയർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ചെയ്യാൻ കേട്ടോ. പ്രീവിയസ്ലി ഞാൻ ചെയ്ത 3 ട്രീറ്റ്മെന്റ്സിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം ബോട്ടോക്സ് ആണ് കേട്ടോ. എനിക്ക് കെരാറ്റിനും സ്മൂത്തനിങ്ങും എൻ്റെ ഹെയറിന് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുന്ന പോലെ തോന്നിയില്ല. ഈ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഇങ്ങനെ കോല് പോലെ ഇരിക്കും കേട്ടോ. എന്റെയൊക്കെ ഭയങ്കര വൃത്തിയോടായിരിക്കും. ബട്ട് ബോട്ടോക്സ് ചെയ്യുമ്പോൾ അത്രയും പ്രശ്നമില്ല കേട്ടോ. 2-3 മാസം കഴിയുമ്പോഴത്തേനും ഹെയർ കുറച്ച് വിവിയ ടൈപ്പിലേക്ക് വരും കേട്ടോ. ഹെയർ ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് 2-3 പോർഷൻസ് ആക്കി ഹെയർ തിരിച്ച് അതിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ പോർഷൻസ് എടുത്തിട്ട് ക്രീം അപ്ലൈ ചെയ്യും. എല്ലാ ഹെയർ ട്രീറ്റ്മെന്റ്സിനും ഒരുപാട് ടൈം എടുക്കും കേട്ടോ. നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇപ്രാവശ്യം എന്റെ പ്രൊസീജിയർ തീർക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 6 to 7 മണിക്കൂർ എടുത്തു കേട്ടോ. അങ്ങനെ ക്രീം ഒക്കെ നമ്മുടെ ഫുൾ ഹെയറിൽ അപ്ലൈ ചെയ്തതിനു ശേഷം നല്ലപോലെ കോംബ് ചെയ്തിട്ട് ഇതേപോലെ കെട്ടി വെക്കും കേട്ടോ. പിന്നെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പേപ്പർ എടുത്ത്, അതിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, നമ്മുടെ ഹെയർ ഫുൾ ആയിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കും. ഫുള്ളി ഹെയർ ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് 1 hour നമ്മൾ റെസ്റ്റ് ചെയ്യണം കേട്ടോ. സംടൈംസ് നമ്മളിങ്ങനെ ഫുള്ളി കവർ ചെയ്ത് കഴിഞ്ഞ് 1 hour റെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഹെയറിൽ ഭയങ്കര ഇച്ചിങ് ഇറിറ്റേഷൻ ഒക്കെ തോന്നും. അങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഇവരെ ഇൻഫോം ചെയ്യണം കേട്ടോ. 1 hour റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ ഹെയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നാച്ചുറൽസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫുകൾ നമ്മളോടുള്ള ബിഹേവിയർ ആണ് കേട്ടോ. വളരെ നല്ല രീതിയിലാണ് നമുക്കെല്ലാം പറഞ്ഞു തരുന്നത്, നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. ഈ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്ത് തരുന്ന ചേട്ടൻ ഭയങ്കര സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ പെരുമാറുന്നത്. ഡ്രയർ യൂസ് ചെയ്ത് ഹെയർ ചെറുതായിട്ടൊന്ന് ഡ്രൈ ചെയ്തതിനു ശേഷം ഇനിയാണ് നമ്മുടെ അയണിങ് പരിപാടിയിലേക്ക് കിടക്കുന്നത് കേട്ടോ. ഹെയർ ഇങ്ങനെ പിന്നെ സെക്ഷൻസ് ആക്കി തിരിച്ച് അതിൽ ഓരോരോ ചെറിയ സെക്ഷൻസ് എടുത്തിട്ട് ഇതേപോലെ ഹീറ്റ് കൊടുക്കുകയാണ്. ഈ ഹീറ്റിങ്ങിന് ശേഷമാണ് നമ്മുടെ അയണിങ് പരിപാടിയിലേക്ക് പോകുന്നത്. വളരെ ചെറിയ ചെറിയ കുഞ്ഞു സെക്ഷൻസ് ആക്കി ഹെയർ തിരിച്ച് ആ ചെറിയ സെക്ഷൻസ് ആണ് നമ്മൾ അയൺ ചെയ്യുക. അയണിങ് തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു മാസ്ക് യൂസ് ചെയ്യുന്നത് വളരെ ബെറ്റർ ആണ് കേട്ടോ. ഇവിടെ മാത്രമല്ല മിക്ക ഹെയർ സലൂൺസിലും മാസ്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഒരു ചിക്കു സ്മൂത്തി ഒക്കെ കുടിച്ചാൽ നമ്മുടെ ലാസ്റ്റ് പോർഷൻ ഓഫ് ഹെയറും കൂടെ സ്ട്രെയിറ്റ് ചെയ്തു. ആദ്യമായിട്ടാണ് എന്റെ ഹെയറിന് ഇത്രയും ടൈം എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂറൊക്കെ ആവുന്നതിന് തീരുന്നതാണ്. 12 മണിക്ക് തുടങ്ങിയ എന്റെ ഈ ട്രീറ്റ്മെന്റിന്റെ ജേണി ഏകദേശം 7 മണിക്കാണ് കേട്ടോ തീർന്നത്. 7 മണിക്കും തീർന്നില്ല, ഏകദേശം ഒരു 7:30 ആയപ്പോഴാണ് തീർന്നത്. ഹെയർ മൊത്തം അയണിങ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റിന് ശേഷം പിന്നെയും നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ കേട്ടോ. ദെൻ ഹെയറിൽ ഒരു ഹെയർ മാസ്ക് ഇട്ട് എഗെയിൻ ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഹെയർ ജെന്റൽ ആയിട്ടൊന്ന് തുടച്ച് അതിന്റെ എക്സസ് വാട്ടർ ഒക്കെ ഒന്ന് കളഞ്ഞ് പിന്നെയും നമ്മുടെ ഹെയർ ഡ്രൈ ചെയ്യാണ്. ഈ ഒരു പാർട്ടും കൂടെ കഴിയാൻ നമ്മുടെ ഇപ്പത്തെ ഹെയർ ട്രീറ്റ്മെന്റ് ജേണി കംപ്ലീറ്റ് ആയിട്ടോ. ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എനിക്ക് കേളി ഹെയർ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല കേട്ടോ. എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. കേളി ഹെയർ നല്ല പോലെ കേളികൾ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഫൈനലി നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്റെ നാനോപ്ലാസ്റ്റി ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. പക്ഷേ ഏത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലും ഒരു 2 ആഴ്ചത്തേക്ക് എനിക്ക് എന്റെ ഫേസ് ഇഷ്ടമല്ല കേട്ടോ. ഭയങ്കര ഹെയർ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്ത് തന്ന ചേട്ടൻ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ ചേട്ടന്റെ ഫോണിൽ എന്റെ ചാനൽ എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഞാൻ തന്നെ അത്
ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഇനി ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് പറയാം. ഷോൾഡർ ലെങ്ത് വരെ ഉള്ളവർക്ക് 7,000 or 6,000 ആണ് ട്ടാവുന്നത്. എനിക്ക് ഈ ഹെയർ ഇത്രയും ലെങ്ത്തും തിക്കും ഉള്ളതുകൊണ്ട് 10,000 ആണ് ട്ടായത്. നമ്മുടെ ഹെയറിന്റെ ലെങ്ത്തിനും തിക്നെസ്സിനും അനുസരിച്ച് എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ആവും കേട്ടോ. ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ എനിക്ക് ചെയ്തെന്ന ബായിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കാണാൻ നല്ല രസമാണ്. ഹെയർ ട്രീറ്റ്മെന്റ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.